ഹായ് ഹലോ, ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാപ്പി. അപ്പം കുഞ്ഞാപ്പി എന്ന് പറഞ്ഞാൽ ഈ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. എന്താ പറയുക, ഇത് ചെറുപ്പത്തിൽ ഇവിടെ വളർന്ന പൂച്ചക്കുട്ടിയൊന്നുമല്ല, എവിടുന്നോ വന്ന് കയറിയൊരു പൂച്ചക്കുട്ടിയാണ്. പക്ഷേ ഇത് എൻ്റെ വീട്ടിലും അല്ല, എൻ്റെ സിസ്റ്റർ വീട്ടിലുള്ള പൂച്ചക്കുട്ടിയാണ്, സിസ്റ്റർ വീടിൻ്റെ അടുത്തുള്ള പൂച്ചക്കുട്ടിയാണ്. അപ്പം ഇവർ പറഞ്ഞു കേട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നതിനൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാ പൂച്ചക്കുട്ടികളെ പോലെയല്ല, ആള് ഭയങ്കര സൈലൻ്റാണ്. ഭയങ്കര സൈലൻ്റ് വെച്ചാൽ ഒരു ഉപദ്രവവും ഇല്ല, ആരും ഉപദ്രവിക്കുകയില്ല, അങ്ങനത്തെ അത്രയ്ക്ക് സൈലൻ്റ് ആയൊരു പൂച്ചക്കുട്ടി. പക്ഷെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. വേണ്ട റസ്ക് വേണ്ട, കിടന്നു അങ്ങനെ കിടന്നു അനങ്ങൻ അനങ്ങി പോരുത്. നല്ല ഉറക്ക. കണ്ണൂർ നോക്ക് ഉണ്ടോ, നല്ല ഫുഡൊക്കെ കഴിച്ചു, നല്ല ഉറക്ക, നല്ല സുഖല്ലേ ഉറങ്ങാന്. രാവിലെ തന്നെ എനിക്ക് വികൃതി ഇല്ലേ? വികൃതി നല്ല കുട്ടിയാണല്ലോ, നല്ല കുട്ടിയാണല്ലോ, നല്ല സുഖമായി ഉറങ്ങുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ഗോതമ്പ് തേങ്ങ ഇട്ട് മുട്ട ആയതുകൊണ്ട് എനിക്കുണ്ടല്ലേ. നമ്മുടെ സാധാ ഭക്ഷണങ്ങൾ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല കേട്ടോ. ആകെ ആള് കഴിക്കുക, എനിക്ക് തോന്നുന്നത് ഏതോ നല്ല ഫാമിലിയിൽ ആദ്യം ഉണ്ടായിരുന്നൊരു പൂച്ചക്കുട്ടി ആയിരിക്കാം. പിന്നെ ചിലപ്പം എന്തോ കാരണം കൊണ്ട് ഇനി പൂച്ചക്കുട്ടി വഴിതെറ്റി പോകുന്നതോ അല്ലെങ്കിൽ ഇനി വീട്ടുകാർ ഉപേക്ഷിക്കാൻ ചാൻസ് വളരെ കുറവാട്ടെ. കാരണം ഇത്രയും നല്ലൊരു പൂച്ചക്കുട്ടീനെ ആരും ഉപേക്ഷിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ മുഖത്തൊക്കെ കണ്ടില്ല ഇതേപോലത്തെ കുറേ കുത്തി, അതൊക്കെ ഇപ്പോൾ ആയതാട്ടോ. ആദ്യം നല്ല രസമായിരുന്നു കാണാൻ, ഫുൾ വെള്ളയായിരുന്നു, തൂവെള്ളം. അപ്പോൾ കുറേ വീഡിയോസ് എനിക്ക് ഇവിടെ അയച്ചു തരാറുണ്ടായിരുന്നു ഈ പൂച്ചക്കുട്ടീൻ്റെ. അപ്പോൾ തന്നെ എനിക്കിതിനെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പം ഫസ്റ്റ് തന്നെ ഇതിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ ആൾ സ്ഥലത്തില്ലായിരുന്നു. ആൾ അന്ന് വൈകിട്ട് ഇങ്ങോട്ട് പുറത്ത് പോയിട്ട് പിന്നെ വന്നതേ ഇല്ല. അപ്പം സാധാരണ രീതിയിൽ അവിടുന്ന് പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വേഗം ഓടി വരും, കുഞ്ഞാപ്പി എന്നിട്ട് വിളിക്കാം. അപ്പോൾ വേഗം ഓടി വരുന്നതാണ്. പക്ഷെ അന്ന് എത്ര വിളിച്ചിട്ട് ആൾ വരുന്നില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെയാണ് ഒരു പുലർച്ചെ 3 മണിക്ക് 3 4 മണി ആകുമ്പോഴാണ് തോന്നുന്നത് ആളെത്തിയത്. അപ്പോൾ രാവിലെ തന്നെ ഞാനൊന്ന് പോയി കാണാൻ വേണ്ടി പോയതാണ്. പക്ഷേ യാതൊരു ഇത് പരിചയക്കുറവില്ല, അല്ലെങ്കിൽ നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർ തൊട്ടുണ്ട് വെച്ചാലൊക്കെ പൂച്ചകൾ സ്വതവേ വല്ലാണ്ട് കാണിക്കൂല. പക്ഷെ എന്നാലും അങ്ങനത്തെ യാതൊരു ഇത് പരിചയക്കുറവില്ല കേട്ടോ. അപ്പോൾ എടുക്കണമെങ്കിൽ എടുക്കുക, ഇനി അവളെ ഡ്രസ്സ് ഇടിപ്പിക്കണമെങ്കിൽ ഡ്രസ്സ് ഇടിപ്പിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ സാധാരണ രീതിയിൽ പൂച്ചക്കുട്ടികൾ വാല് ചവിട്ടിയുണ്ട് വെച്ചാൽ അല്ലെങ്കിൽ വാലമ്പുഴ തട്ടി കഴിഞ്ഞിട്ട് വെച്ചാലൊക്കെ അതിൽ കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അവരൊരു മർമ്മമാണല്ലോ അത്. പക്ഷെ ഇവിടെ വാലിന് മുകളിൽ ഇപ്പം കഷ്ടകാലത്തിന് അറിയാണ്ടൊക്കെ നമ്മളൊന്ന് ചവിട്ടുക അല്ലെങ്കിൽ തട്ടുക ചെയ്താൽ പോലും നമ്മൾ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വിളിക്കും നമ്മൾ ദയനീയമായിട്ട്. അതിന് സാധാ പോലെ തന്നെ ഇങ്ങനെ ഭയങ്കര കരച്ചിൽ അങ്ങനെയൊന്നുമില്ല. അവൾ ആവശ്യത്തിന് അവൾ വിളിക്കും. ഇപ്പോൾ അവൾക്ക് ബാത്റൂം പോകാൻ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ കൂട്ടിയിട്ട് നമ്മളിപ്പം വിളിച്ചങ്ങാണ്ട് ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ ഡോർ തുറന്നു കൊടുത്താൽ അവൾ പുറത്ത് പോയിക്കോളും. അതുപോലെ പിന്നെ അവൾക്ക് വിശക്കുന്നതാണെങ്കിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അടുക്കളയിലേക്കായിരിക്കും കൂട്ടിക്കൊണ്ടുപോകും. അപ്പം അവൾക്ക് വിശക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് ഇപ്പം നമ്മൾ മനുഷ്യന്മാർ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റും ഇയാൾക്ക്. നല്ല സ്നേഹമാണ്, ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമുള്ളൊരു പൂച്ചക്കുട്ടിയാണ്. അപ്പോൾ ഇപ്പം എവിടേക്കും വരും, ഇവിടെ 2-3 വീട്ടിലുകൾ പോകും കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് വെച്ചാൽ നെയ്യ് കൂട്ടിയിട്ടുള്ള ചോറ്, അതുപോലെ കോഴിമുട്ട കൂട്ടിയിട്ടുള്ള ചോറ്, പിന്നെ പാല്, ഓട്സ്, ഇതൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണ്. നെയ്യിൻ്റെ സ്മെല്ല് കേട്ടാൽ എന്താണെങ്കിലും ശരി ആളൊന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ്. അപ്പം ഇന്നിപ്പോൾ രാവിലെ എവിടുന്നോ കാര്യമായിട്ട് എന്തോ കഴിച്ചിട്ടാണ് വന്നത്. നമ്മളിപോലെ ഈ പച്ചമീൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ. ഈ പൊരിച്ച മീൻ ചിക്കനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അല്ലാണ്ട് ഈ വേവിക്കാത്ത മീൻ അല്ലെങ്കിൽ കട്ടെടുത്ത് കൊണ്ടുപോകുക, വീട്ടിനുള്ളിൽ കയറി പാത്രം തുറക്കുക, അങ്ങനത്തെ യാതൊരുവിധ പരിപാടിയില്ല. അവൾ ഭയങ്കര സൈലൻ്റാണ്. നമ്മൾ വന്നിട്ട് ഇങ്ങനെ തട്ടി വിളിക്കും. അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ കൈകൊണ്ട് ഇങ്ങനെ തോണ്ടും. നമ്മളിങ്ങനെ വിളിച്ചിട്ട് നമ്മൾ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകും. അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ളൊരു കൊച്ചുകുട്ടി. അപ്പം ഇനിയിപ്പം എന്താ പറയുക, ഒഴിഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ഒഴിഞ്ഞൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആൾ വന്നിട്ട് എന്താ പറയുക
എത്ര സമയം വേണമെങ്കിലും കിടന്നോളും. അപ്പോൾ ഏത് ഡ്രസ്സ് ഇടിപ്പിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ കൂടെ ഏത് പോസിൽ കിടത്താനാണെങ്കിലും എന്താണെങ്കിലും ആൾ റെഡിയാണ്, ഒരു പ്രശ്നവുമില്ല. ഇപ്പം ചെറിയ കുട്ടികളിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പോലും ഇവിടെ അടുത്ത് ഏൽപ്പിച്ചു പോകാൻ നമുക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം വെച്ചാൽ ആ കൈയിൻ്റെ ഉള്ളിൽ തന്നെ ആകും, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോലും അവൾ എടുക്കാറില്ല. പിന്നെ ജസ്റ്റ് കടിക്കാൻ വേണ്ടി ഒരിക്കലും വായി തുറക്കാറില്ല. അങ്ങനെ ഇതുവരെ കടിച്ചൊരു ചരിത്രമോ അല്ലെങ്കിൽ കട്ടെടുക്കുന്ന ഒരു ചരിത്രമോ അങ്ങനെ ഒന്നും ഇവിടെ പറ്റി പറയാൻ ആർക്കും ഇല്ല. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, ഈ പൂച്ചക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താ പറയുക, ഭയങ്കര കരഞ്ഞ് വേളമൊന്നും ഉണ്ടാക്കാതെ നമ്മളോട് സംസാരിക്കുന്ന പോലെയാണ് ആളെ സംസാരിക്കുക. ഇപ്പം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ബാക്കിയിപ്പം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് സംസാരിച്ച് അതുപോലെ തന്നെ ഇങ്ങോട്ട് അവളെ ഭാഷയിലും കൂടി സംസാരിക്കും. അല്ലാണ്ട് വെറുതെ ഇരുന്ന് വെറുതെ കരയുക അങ്ങനത്തെ യാതൊരുവിധ പരിപാടിയില്ല. ഉറക്കം അത് ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവൾക്ക് റെസ്റ്റ് എടുക്കണം. ഇനിയിപ്പോൾ അവിടെ ആര് വന്നാലും വന്നിട്ടില്ലെങ്കിലും നോ പ്രോബ്ലം, ഓളവിടെ കിടന്നിട്ട് കുറേ സമയം ഉറങ്ങും, അവളെ സമയത്തിനോട് കുറേ സമയം ഉറങ്ങും. പിന്നെ പുറത്തേക്ക് പോകാൻ ഇഷ്ടമാണ്, പക്ഷെ ആൾക്ക് ഭയങ്കര പേടിയാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് എല്ലായിടത്തേക്കും ഇങ്ങനെ നോക്കും, എന്നിട്ടൊരു ഒറ്റ ഓട്ടാ. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് എണീറ്റൊക്കെ നിൽക്കും, പക്ഷെ നല്ല അടി വാങ്ങിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോരും. അല്ലാണ്ട് തിരിച്ചൊരു അടി പോലും അങ്ങോട്ട് അടിക്കില്ല തോന്നുന്നു. അപ്പോൾ ഇപ്പം പുറത്തിങ്ങനെ വിടുന്നതിനെ കൊണ്ട് എന്താ പറയുക, മേലൊക്കെ ചെറിയ ചെറിയ പാടുകളുണ്ട്, കടിച്ച് മറ്റു പൂച്ചകൾ കടിച്ചതിൻ്റെയൊക്കെ പാടുകളുണ്ട്. അപ്പോൾ ശരിക്കും പുറത്തേക്ക് വിടണ്ടാന്ന് തോന്നും അങ്ങനത്തെ കാണുമ്പോൾ. പക്ഷേ ആൾക്ക് പുറത്ത് പോകാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ആളെ സമയമാകുമ്പോൾ ആളൊന്ന് വിളിക്കും പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അതിനെ പിടിച്ചു വെക്കാറില്ല, ജസ്റ്റ് പുറത്ത് പോയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളും അതിനെ വിട്ടുകൊടുക്കും. കാല് കഴിയുമ്പോ നല്ല സുഖം ഉണ്ടോ ബുഷിക്ക്? ബുഷിക്ക് സുഖം ഉണ്ടോ? അന്ന് ഞാനുണ്ടല്ലോ, അന്ന് ഞാനുണ്ടല്ലോ. നേരെ കിടന്നോ, ഇങ്ങനെ 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 കിടന്നോ. പേടിയുണ്ടാവും ആൾക്കാർക്കല്ല എന്താണെന്നുള്ളത്. രണ്ട് കക്ഷവും പിടിച്ചെടു, അങ്ങനെയല്ല കച്ചത്ത് കയറ്റി എടുത്തോ. അപ്പൊ ഇങ്ങനെ എടുക്കണ പേടിണ്ടോ? അപ്പോൾ എനിക്ക് ഈ പൂച്ചക്കുട്ടീനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു ഒരു നായ്ക്കുട്ടിയും ഒരു പൂച്ചക്കുട്ടി, ഒരേ സമയത്തുള്ളൊരു പൂച്ചക്കുട്ടി നായ്ക്കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് അതേപോലെ തന്നെ ഫീൽ ചെയ്യും കണ്ടപ്പോൾ. എന്നുവെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നായ്ക്കുട്ടി ഇതേപോലെ തന്നെ ഭയങ്കര ഇണക്കായിരുന്നു. പ്രസവിച്ചിട്ട് കണ്ണ് ഓർക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് തോന്നുന്നത്. അപ്പം ഭയങ്കര ഇണക്കെന്ന് വെച്ചാൽ ഞങ്ങൾ കൂടെ കുട്ടികൾ, ഞങ്ങളന്ന് ചെറിയ കുട്ടികളായിരുന്നു, അപ്പം ഞങ്ങൾ കൂടെ തന്നെ കളിക്കുകയും പെന്നൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ടും ബുക്ക് വായിക്കുമ്പോൾ ബുക്ക് എടുത്തുകൊണ്ടും അങ്ങനെ എന്താ പറയുക, നമ്മൾ വീട്ടിലൊരു അംഗം പോലെ തന്നെ ഉണ്ടാവില്ലേ, അതേപോലെയായിരുന്നു ഞങ്ങൾ വീട്ടിൽ നായ്ക്കുട്ടി. പക്ഷേ ആ സമയത്ത് തന്നെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൂച്ചക്കുട്ടിക്ക് ഇതേപോലെ തന്നെ ഇവനെ ഇതേപോലെ പാലും ബിസ്ക്കറ്റൊക്കെ തന്നെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അപ്പം ആ പാലും ബിസ്ക്കറ്റിൽ നിന്ന് ഒരു ഓരി ആ പൂച്ചക്കുട്ടിക്കുള്ളായിരുന്നു. അപ്പോൾ അത് അവൻ തന്നെ അവൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടാവും, അവർ വന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അവരെ ആ ഒരു സൗഹൃദം കണ്ടു തുടങ്ങിയത് കേട്ടോ. പിന്നെ ആ നായ്ക്കുട്ടി കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം നായ്ക്കുട്ടി മരിച്ചുപോയി. അത് കഴിഞ്ഞതിന് ശേഷം ആ പൂച്ചക്കുട്ടിക്ക് എന്താ പറ്റിയെന്നല്ല, പിന്നെ പൂച്ചക്കുട്ടി അവിടെ വല്ലാണ്ട് കണ്ടിട്ടില്ല. ഇനി എന്ത് സംഭവിച്ചെന്നറിയില്ല. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം പൂച്ചക്കുട്ടിയും നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കറക്റ്റ് എന്തെന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല ആ ഒരു സമയത്ത്. എന്തായാലും നായ്ക്കുട്ടി പോയതിന് ശേഷം വല്ലാണ്ട് പൂച്ചക്കുട്ടീനെ കണ്ടൊരു ഓർമ്മ എനിക്കില്ല. ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോഴാണ് കേട്ടോ ആ നായ്ക്കുട്ടിയും പൂച്ചക്കുട്ടിയും. അതിൻ്റെ ശേഷം ഇത്ര ഇണക്കളുടെ പൂച്ചക്കുട്ടീനെ ഞാൻ കാണുന്നത് ഈ പൂച്ചക്കുട്ടീനെ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ ഈ ഒഴിഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം പിന്നെ അവിടെ മേലൊക്കെ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ തലകൊണ്ട് വന്ന് ഭയങ്കര മുട്ടലും വാലിട്ടിട്ട് അടിയോടടിയാണ്. അപ്പോൾ ഭയങ്കര സ്നേഹമാണ്. ആ ഒരു അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു സന്തോഷമാണ് അവൾ കാണിക്കുന്നത്. മതി. എന്നാടാ മോള് നോക്കാം. ആ മോള് മനസ്സിലാക്കിട്ട് ഇവരെല്ലാവരും ഒന്ന് പോയെന്ന് തുടങ്ങി. അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക്? അള്ളാട് പോയാലോ കേട്ടോ ഒങ്ങിന് തോന്നുന്നുണ്ടോ? ഒങ്ങിന് തോന്നുന്നുണ്ടോ? കുട്ടിക്ക് ഒങ്ങിനോ?
കുട്ടിക്ക് അങ്ങനെ കൈയൊക്കെ ഇവിടെ മടക്കി വെച്ചിട്ട് അങ്ങനെ കുട്ടിക്ക് നഖം പുറത്തേക്ക് വെളിയിലിട്ടോടാ വെളിയിൽ എന്ത് ചെയ്യാലേ പിന്നെ ഏത് വേഷം കെട്ടാനും എന്ത് വേണമെങ്കിൽ ചെയ്യാട്ടോ. ഒരു ബൊമ്മക്കുട്ടീനെ നമ്മൾ എന്തൊക്കെ കളിപ്പിക്കും അതേപോലെ കളിപ്പിക്കാം, എന്നാൽ പോലും ആൾ ഒന്നും പറയില്ല. ഇപ്പോൾ രണ്ട് കാലും ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് മലർത്തി കിടത്തിട്ട് ഉറങ്ങിക്കോന്ന് പറഞ്ഞാൽ ഓൾ അതേപോലെ അതേ പോസ്റ്റിൽ അവിടെ കിടന്നുറങ്ങും. അങ്ങനെ എന്താ പറയുക, അത്രയും നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതങ്ങനെ ക്യാച്ച് ചെയ്യും. ഞങ്ങൾ ഇറങ്ങി വാതിലടിക്കാം. ഭയങ്കര രസം. ഇപ്പം വീട്ടിലൊരു അംഗത്തിനെ പോലെ തന്നെ കേട്ടോ ആളില്ലെങ്കിൽ ഭയങ്കര സങ്കടം തോന്നും, എന്തൊക്കെയോ ഒരു കുറവുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പം ഇവരുടെ വീട്ടിലൊരു കുട്ടീനെ പോലെ തന്നെയാണ് ഇയാൾ. അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലോ ഒരു ടെൻഷനാണ്, എന്തായിരിക്കും ഇപ്പം ഭക്ഷണം കഴിക്കാതെ വയറ് ഫുള്ളായിട്ടായിരിക്കും, വേറെ എന്തെങ്കിലും കഴിച്ചു വന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കഴിക്കാത്ത. എന്നാലും കഴിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തെങ്കിലും അപ്പം ഉണ്ടാക്കി കൊടുക്കും, അവൾ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട്. പിന്നെ റസ്ക് നെയ്യൊക്കെ തേച്ചിട്ടൊക്കെ കൊണ്ടു കൊടുക്കും. പക്ഷെ റസ്കൊക്കെ ഇഷ്ടമാണ്, സാധാരണ രീതിയിൽ ഇഷ്ടമാണ്. പക്ഷെ ഇത്രയും വയറ് ഫുള്ളായി വന്നതുകൊണ്ടായിരിക്കും അന്നിപ്പോൾ റസ്ക് കൊടുത്തിട്ടും പിന്നെ കോഴിമുട്ട പൊരിച്ചു കൊടുത്തിട്ടും ഒന്നും അങ്ങനെ കഴിച്ചില്ല. പിന്നെ പാല് കൊടുത്തപ്പോൾ കുറച്ച് കുടിച്ച്, എന്നാലും കുറച്ച് ബാക്കോട്ടായിരുന്നു. കാരണം അവൾക്ക് വേണ്ട, അവൾക്ക് ഇനി ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. കുറേ സമയം ചിലപ്പം രാത്രിക്ക് എവിടെയാണ് കഴിച്ചതെന്നറിയില്ല, എന്താണെങ്കിലും വയറൊക്കെ നിറഞ്ഞ് നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു ഉറക്കക്ഷീണം, അതേപോലെ ആൾക്ക് നല്ല ഉറക്കക്ഷീണമായിരുന്നു. അപ്പോൾ ഒഴിഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ എവിടെയും കയറി ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം കേട്ടോ. പിന്നെ ഭയങ്കരമായിട്ട് രോമം കൊഴിയുന്ന അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. പിന്നെ കുറച്ച് ഇടയ്ക്ക് ഞങ്ങൾ ഡ്രസ്സൊക്കെ വിട്ടു കൊടുക്കാറുണ്ട് ഇവർ കേട്ടോ. നല്ലൊരു പൂച്ചക്കുട്ടി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.